ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ നാളത്തെ ഒരു കിടിലൻ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. വേദയുടെ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ദീപ്തി പറയും ചേച്ചിക്ക് ചേച്ചിയുടെ വീതം കൊടുത്ത് പറഞ്ഞയക്കണം. ഇത് ശ്രീകാന്തിന് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതിനെ ചൊല്ലി എന്തൊക്കെയോ സംസാരം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ വേദയെ കാണുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാണുകയാണ്. പുറത്തുനിന്ന് എവിടെയോ ആണ് വെച്ചാണ് അവർ കാണുന്നത്. അങ്ങനെ ശങ്കരനാരായണൻ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക. വേദ ഒരു ഓട്ടോയിൽ വന്നിറങ്ങും. വേദയെ കാണുന്നതും ശങ്കരൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ശേഷം അവരെന്തൊക്കെയോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചില രഹസ്യങ്ങളൊക്കെ വേദയോട് പറയും. എന്നിട്ട് പറയണേ, ഞാനാണ് നിന്നോട് ഈ കാര്യം പറഞ്ഞതെന്ന് ആരും അറിയണ്ട, പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് വിക്രം. അങ്ങനെ ചില കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ ഇപ്പം സ്വാമിയാണല്ലോ, മാലയിട്ടതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥനയും കുളിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേദ ഇങ്ങനെ വരും. അങ്ങനെ വേദയും അത് നോക്കി നിൽക്കുകയാണ്. ശേഷം വിക്രമിനോട് ചില കാര്യങ്ങൾ സംസാരിക്കും. അതായത് വിക്രമിൻ്റെ ആ പഴയ കേസ്, അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ തന്നോടൊരു പരിഗണന നൽകാത്തതും തന്നെ വേണ്ടാത്ത പോലെ അവഗണിച്ച് സംസാരിക്കുന്നതെന്നും വിക്രം ഇങ്ങനെ പറയുമ്പോൾ വേദ പറയും, എനിക്ക് പിന്നെ അത് താനല്ല ചെയ്തതെന്നും അത് വിനായകൻ ചേട്ടൻ ചെയ്തതാണെന്ന് അച്ഛനോട് തുറന്നു പറഞ്ഞൂടെ. ഇത് കേൾക്കുന്നതും വിക്രം അങ്ങ് ഞെട്ടിപ്പോകും. വിക്രമെ അപ്പോൾ വേദ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവണേ. എന്നിട്ട് വിനായകൻ ചേട്ടൻ തന്നെ അത് സമ്മതിച്ചു തന്ന കാര്യങ്ങളൊക്കെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്. വിനായകൻ ചേട്ടൻ അത് ചെയ്യാൻ കാരണം ശ്രീകുമാറാണെന്നും ശ്രീകുമാർ പറഞ്ഞിട്ടാണ് അത് അച്ഛനെ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല, സ്കൂളിലേതോ കുട്ടികൾ കരിയർ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാ. പകരം കമ്മീഷനായിട്ട് പൈസയും വാങ്ങിച്ചു. പക്ഷെ അച്ഛനെ കൊടുക്കാനാണെന്ന് പാവത്തിന് അറിയില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ശ്രീകുമാർ ആരാണെന്ന് വിക്രമിനറിയോ? ശ്രീകാര്യം ശ്രീനിവാസന്റെ അനന്തരവൻ. ഇത് കേൾക്കുന്നതും വിക്രം അങ്ങ് ഞെട്ടിപ്പോകും. അതെ, നിങ്ങളുടെ ശ്രീനി സാറിന്റെ ആ ദൈവത്തിന്റെ അനിയത്തിയുടെ മകനാണ് ഈ പറഞ്ഞ ശ്രീകുമാർ. അപ്പോൾ ആ ഒരു കണക്ഷൻ മനസ്സിലായല്ലോ. വിക്രം അറിഞ്ഞ് ഇതൊക്കെ കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്ത് ഈ ഭാഗം കഴിയുന്നത്. എന്തായാലും വിക്രം ഇനി ശ്രീനിവാസ് സാറിന് എതിരായിട്ട് തന്നെയായിരിക്കും നീങ്ങാൻ പോകുന്നത്. കൂടെ നിൽക്കുന്ന ഇത്രയും കാലം വിക്രമിനെ യൂസ് ചെയ്യണമെന്ന് വിക്രമിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വിക്രമും അങ്ങനെ തന്നെ ചെയ്യുക ഇല്ലെന്നറിയാം. അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്